എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മുരിങ്ങയില ചക്കക്കുരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു അത് നേരേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരപ്പിന് ആവശ്യമുള്ള നാളികേരം, പച്ചമുളക്, ഉള്ളി. ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വറവിടാനായിട്ട് ഉണക്കമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഇനി ചക്കക്കുരു കുക്കറിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കണം. ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളതാണല്ലോ. അപ്പോൾ ഈ നാളികേരത്തിലേക്ക് കുറച്ച് ജീരകം അരയ്ക്കാൻ നേരത്തെ ഞാൻ ഇടുന്നുണ്ട്. അത് ഞാൻ ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ പരന്നൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച ചക്കക്കുരു ചേർക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ, മഞ്ഞൾപ്പൊടി. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നല്ലപോലെ ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണത് ചക്കക്കുരു. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണത്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇത് അളവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചക്കക്കുരുവിൻ്റെയും മുരിങ്ങയിലയുടെയൊക്കെ അളവ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ, അത് കാരണം ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. അത് കാരണമാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് ചക്കക്കുരു. അപ്പോൾ ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇടാം. ഇപ്പോൾ ചക്കടയൊക്കെ സീസൺ ആവുകൊണ്ട് എല്ലാ വീട്ടിലും ചക്കക്കുരുവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു കറിയൊക്കെ ഇടയ്ക്കൊന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാം. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം. കുറച്ച് മുളക് പൊടി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതേ ഉള്ളൂ. ഇനി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുരിങ്ങയിലേക്ക് അധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇല നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി ആ സമയം കൊണ്ട് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളികേരവും പച്ചമുളകും പിന്നെ ചെറിയ ജീരകം കുറച്ചിട്ടിട്ടുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നാളികേരവും പച്ചമുളകും ചെറിയ ഉള്ളിയും മാത്രം ഇട്ട് അരച്ചാലും മതി. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ മുരിങ്ങയിലൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം ലൂസായിട്ടുള്ള കറിയല്ല വയ്ക്കുന്നത്, കുറുകിയ ചാറാണ് ഉണ്ടാവുക അതിന്. അപ്പോൾ വെള്ളമൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ നാളികേരത്തിൻ്റെ അരപ്പ് ഒഴിക്കുന്നതോട് കൂടെ നമുക്ക് കുറച്ച് കൂടുതൽ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് പാകമാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മിക്സിയിലെ ജാറൊന്ന് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിൽ ചേർക്കുന്നുള്ളൂ. അധികം വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. കുറച്ച് കട്ടിക്കാണ് കറി ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇത്രയും മതി. ഇനി ഇതൊന്ന് നാളികേരത്തിൻ്റെ ആ ഒരു ഒന്ന് തിളച്ച് വരുന്നവരെ, കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്കത് ഉള്ളി മുറിച്ച് വറുത്തിട്ടിട്ട്, ചെറിയ ഉള്ളിയാണ് വറുത്തിടാൻ എടുക്കേണ്ടത്. ഞാനിപ്പോൾ വലിയ ഉള്ളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വലിയ ഉള്ളിയും ഉണക്കമുളകും. അപ്പോൾ നമ്മളെ കറി ഏകദേശം പാകമായിട്ടുണ്ട്. എല്ലാ ഭാഗത്തൊന്ന് ഈ നാളികേരത്തിൻ്റെ അരപ്പൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വറ്റൽമുളകും ഉള്ളി ഇട്ടിട്ട് വറുത്തിടാം. ഈ സമയത്ത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ വെളുത്തുള്ളി 2-3 അല്ലി ചെറുതായി അരിഞ്ഞിട്ട് ഈ സമയത്ത് ഇതിൽ ചേർത്ത് വറുത്തിട്ടാൽ വേറൊരു രുചിയാവും. ഞങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല, അത് കാരണം ഞാൻ അതിൽ ഇടാത്തത്. അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് വറുത്തിടാം. ഇപ്പോൾ കറി റെഡിയായി. സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇനി വറവ് കറിയിലേക്ക് ഒഴിക്കാം. കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കണം. ഇന്നലെ ഇപ്പോൾ ഞങ്ങളുടെ കറി ഇതായിരുന്നു. ഇനി ഞാൻ
മക്കളെയും കൂടെ ഒന്ന് കാണിക്കണുണ്ടേ. മക്കൾ പുറത്ത് വെയിലത്ത് കളിക്കുകയായിരിക്കും. അവരേനെ ഒന്ന് തണലത്തേക്ക് കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോയി എവിടെ കേട്ടൻ പോയി? വിക്കുവോ കയറി പോരെ. ആ പൊരി വെയിലത്തേ ഓട് ഓട്. ഈ എവിടുന്നാ വരുന്നത്? ഒരു വെയിലത്ത് ഇവിടെ കയറി പോന്നാ. ആമിക്കുട്ടീൻ്റെ പോര്. അവനെ പൂച്ചയെ പിടിക്കാൻ പോവുക. പിന്നെയും പോയല്ലോ. വെക്കുക. ഇതെവിടെയാണ് പൂച്ച? ഇവിടെയാണ്. ആ പോണു. ആ വെയിലത്താണ് പോട്ടെ അവൻ പോയി. ഇപ്പോൾ 2 പേരും പൊരി വെയിലത്താണ്. അപ്പോൾ അവരേനെ ഒന്ന് കയറ്റട്ടെ. മിക്കുവിനെ പിന്നെ ഒരു പൂച്ചയുടെ സൗണ്ട് കേട്ടാൽ മതി, അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.